ഹായ് ഫ്രണ്ട്സ്, നമ്മൾ മണി ആൻഡ് ബാങ്കിങ് അതിൽ കുറച്ച് ആശയങ്ങൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതിലൊന്ന് ഹൈ പവേർഡ് മണിയാണ്, വേറൊന്ന് ഫിയറ്റ് മണിയാണ്, വേറൊന്ന് ലീഗൽ ടെൻഡർ, അതുപോലെ തന്നെ ഡിമോണിറ്റൈസേഷൻ. ഈ ആധുനിക കാലത്തെ ഒരു ഇന്ത്യയിൽ സംഭവിച്ചൊരു കാര്യമാണ് ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഈ ആശയങ്ങൾ പരിചയപ്പെടുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ആദ്യം നമുക്ക് ഫിയറ്റ് മണി എന്താണെന്ന് നോക്കാം. ഫിയറ്റ് മണി, ഫിയറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓർഡർ എന്നാണ്, ഗവൺമെൻറ് ഉത്തരവ്. ഗവൺമെൻറ് ഉത്തരവിലൂടെ പ്രചാരത്തിലുള്ള പണത്തിനെയാണ് നമ്മൾ ഫിയറ്റ് മണി എന്ന് പറയുന്നത്. ഗവൺമെൻറ് ഓർഡർ പ്രകാരം, നിയമപ്രകാരം പ്രചാരത്തിലുള്ള പണം. ഇന്ത്യയിലെ കറൻസി നോട്ടും കോയിൻസും ഒക്കെ ശരിക്കും ഫിയറ്റ് മണി എന്ന് വേണമെങ്കിൽ പറയാം. ഗവൺമെൻറ് ലീഗലായിട്ടുള്ള ഗവൺമെൻറ് ഉത്തരവിലൂടെ, ഗവൺമെൻറ് ഓർഡറിലൂടെ പ്രചാരത്തിലുള്ള പണത്തിനാണ് നമ്മൾ ഫിയറ്റ് മണി എന്ന് പറയുന്നത്. അപ്പോൾ കറൻസിയും കോയിൻസ് എല്ലാം ഫിയറ്റ് മണിയാണ്. ഫിയറ്റ് എന്ന് പറഞ്ഞാൽ ഓർഡർ, ഗവൺമെൻറ് ഉത്തരവ് പ്രകാരം പ്രചാരത്തിലുള്ള പണം. വേറൊന്നാണ് ലീഗൽ ടെൻഡർ മണി എന്ന് പറയുന്നത്. ലീഗൽ ടെൻഡർ, അപ്പോൾ ഫിയറ്റ് മണി ശരിക്കും ഒരു ലീഗൽ ടെൻഡറാണ്. ലീഗൽ ടെൻഡർ എന്ന് പറഞ്ഞാൽ നിയമപരമായ നിയമസാധുതയുള്ള പണം എന്നാണ് ലീഗൽ ടെൻഡർ മണി എന്ന് പറയുന്നത്. നിയമപരമായിട്ട്, ഇപ്പം ഉദാഹരണത്തിന് ഒരാൾക്കൊരു മോണിറ്ററി ഒബ്ലിഗേഷൻ ഉണ്ടെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ഒരു കടം തീർക്കാനോ ഒരാൾക്ക് നമ്മളൊരു കടം തീർക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യൻ കറൻസി ആയിട്ട് കൊടുത്താൽ അത് വാങ്ങണമെന്ന് നിയമപരമായിട്ട് അദ്ദേഹം അത് വാങ്ങണം. ലീഗലി അത് അപ്രൂവ്ഡ് ആണ്. ഇനി ചെക്കാണെങ്കിൽ ലീഗൽ ടെൻഡർ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരാൾക്കൊരു 100 രൂപ കൊടുക്കാനുണ്ടെങ്കിൽ അത് ചെക്കായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ആ ചെക്ക് അദ്ദേഹം വാങ്ങണമെന്നില്ല, അതിന് ലീഗൽ ടെൻഡർ പവർ ഇല്ല ശരിക്കും. അപ്പം നിയമപരമായിട്ട് ഒരു രാജ്യത്തിൽ നിയമപരമായി പ്രചാരത്തിലുള്ള പണത്തിനെയാണ് നമ്മൾ ലീഗൽ ടെൻഡർ മണി എന്ന് പറയുന്നത്. അപ്പോൾ ഫിയറ്റ് മണി, ലീഗൽ ടെൻഡർ മണി രണ്ടും സെയിം തന്നെയാണ്. അതിൻ്റെ ആ വാക്കുകളിലെ വ്യത്യാസം മാത്രമാണ്. ഫിയറ്റ് മണി വെച്ചാൽ ഗവൺമെൻറ് ഓർഡർ പ്രകാരം പ്രചാരത്തിലുള്ള സർക്കുലേഷനുള്ള പണം എന്നാണ് ഫിയറ്റ് മണി എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ലീഗൽ ടെൻഡർ മണി എന്ന് പറഞ്ഞാൽ, ലീഗൽ ടെൻഡർ എന്ന് പറഞ്ഞാൽ നിയമസാധുതയുള്ള ലീഗൽ ഒബ്ലിഗേഷൻസ്, നിയമപരമായി തന്നെ പണമായിട്ട് നമുക്കൊരു ഒബ്ലിഗേഷൻ ഉണ്ടെങ്കിൽ, കടം വീട്ടാനൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ ഇന്ത്യൻ കറൻസി കൊടുക്കുകയാണെങ്കിൽ നിയമപരമായിട്ട് അത് വാങ്ങണം. ഈ ചെക്ക് കൊടുക്കുകയാണെങ്കിൽ നിയമപരമായിട്ട് വാങ്ങണ്ട. അപ്പോൾ ചെക്കിന് ലീഗൽ ടെൻഡർ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഫിയറ്റ് മണി, അതുപോലെ തന്നെ ലീഗൽ ടെൻഡർ. നെക്സ്റ്റ് ഹൈ പവേർഡ് മണി. RBI ഇറക്കുന്ന പണത്തിനെയാണ് നമ്മൾ ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത്. ദ ടോട്ടൽ ലയബിലിറ്റി ഓഫ് RBI. RBI ഫസ്റ്റിൽ ഇറക്കുന്ന പണത്തിനെ നമ്മൾ ഹൈ പവേർഡ് മണി എന്ന് പറയുന്നു. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് കറൻസി ആൻഡ് റിസർവ്സ് ബൈ കമേഴ്സ്യൽ ബാങ്ക്സ് വിത്ത് RBI. ഗവൺമെൻറ്റും കമേഴ്സ്യൽ ബാങ്കും RBIൻ്റെ കൈവശം വെക്കുന്ന പണവും കറൻസിയും ജനങ്ങളുടെ കൈവശമുള്ള പണം മൊത്തം പെടുന്നതാണ് നമ്മൾ ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ടോട്ടൽ ലയബിലിറ്റി ഓഫ് RBI. ഇത് RBI ഇറക്കുന്ന പണം, RBIയുടെ ഉത്തരവാദിത്തം, അത്രയും എത്രയാണോ RBI പണം ഇറക്കുന്നത്, ഹൈ പവേർഡ് മണി എത്രയാണോ അത്രയും ആ ഒരു വാല്യൂ RBI ഉറപ്പ് നൽകണം എന്നതാണ്. അപ്പോൾ RBI ഇറക്കുന്ന പണത്തിനെയാണ് നമ്മൾ ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത്. ഇത് കറൻസിയും കോയിൻസും പെടുന്നു. കറൻസിയും കോയിൻസും അതുപോലെ തന്നെ റിസർവ്, കമേഴ്സ്യൽ ബാങ്കും അതുപോലെ തന്നെ ഗവൺമെൻറ്റും RBIയുടെ കൈവശം നിൽക്കുന്ന റിസർവും പെടുന്നതാണ് നമ്മൾ ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത്. കറൻസി പ്ലസ് റിസർവ്സ്. വേറൊരു ആശയമാണ് നമുക്ക് ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഡിമോണിറ്റൈസേഷൻ, നോട്ടുകൾ, കറൻസികൾ പിൻവലിക്കൽ അല്ലെങ്കിൽ ഡിമോണിറ്റൈസേഷൻ എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. ഇന്ത്യയിൽ 2016 നവംബറിൽ നടന്നു. നിലവിലുള്ള 500ഉം 1000ഉം നോട്ടുകളൊക്കെ ഗവൺമെൻറ് പിൻവലിച്ചു. അതിൻ്റെ ലീഗൽ ടെൻഡർ നിർത്തലാക്കി. ലീഗൽ ടെൻഡർ പവർ ഇല്ലാതായി. ആ കറൻസി 500ഉം 1000ഉം, പഴയ 500ഉം 1000ഉം ആരും നിയമസാധുതയില്ലാതായി. അപ്പോൾ അത് പ്രചാരത്തിൽ നിന്ന് ഔട്ടായി. അതാണ് നമ്മൾ ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. മണി സർക്കുലേഷനിൽ നിന്ന് ലീഗൽ ടെൻഡർ ഒഴിവാക്കിക്കൊണ്ട് പണം പിൻവലിക്കൽ, സർക്കുലേഷനിൽ പിൻവലിക്കുന്നതാണ് നമ്മൾ
ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. ഇത് ഇന്ത്യയിൽ 2016 നവംബറിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് കുറേ സംഭവങ്ങളുണ്ടായി. ഇതൊരു ഇമ്പാക്റ്റ്, ഈ ഡിമോണിറ്റൈസേഷൻ്റെ ഇമ്പാക്റ്റ് നല്ല ഗുണങ്ങളുണ്ട്, നല്ല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം പഴയ 500ഉം 1000 നോട്ടുകൾ പിൻവലിച്ചു. അതിന് പകരമായിട്ട് പുതിയ 500ഉം 2000ത്തിൻ്റെയും നോട്ടുകളാണ് പിന്നീട് പ്രചാരത്തിൽ വരുന്നത്. പുതിയ 500ൻ്റെയും പുതിയ 2000ത്തിൻ്റെയും നോട്ടുകൾ പ്രചാരത്തിൽ വന്നു. അപ്പം ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണ്? അപ്പോൾ നമുക്കറിയാം, നോട്ട് നിരോധനം ആ സമയത്തൊക്കെ നമ്മൾ ATM കൗണ്ടറിലൊക്കെ വലിയ ക്യൂകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പണത്തിൻ്റെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പണത്തിൻ്റെ പ്രചാരത്തിലേക്ക് വരുന്ന ഇത് സ്പീഡ് കുറവായതുകൊണ്ട്, പണപ്രചാരം കുറവായതുകൊണ്ട് ആ സമയത്ത് സാമ്പത്തിക പ്രവർത്തനങ്ങളൊക്കെ നിലച്ചു പോയി എന്നുള്ളത് ആ സമയങ്ങളിലൊക്കെ നോട്ട് നിരോധനത്തെ തുടർന്ന് കുറച്ച് കാലങ്ങളിൽ നമുക്ക് സാമ്പത്തിക പ്രവർത്തനങ്ങളൊക്കെ വളരെയധികം കുറഞ്ഞു പോയി. അതുപോലെ തന്നെ ജനങ്ങൾക്ക് കുറേ പ്രയാസങ്ങൾ, പണമില്ലാത്ത അല്ലെങ്കിൽ ATM കൗണ്ടറിലൊക്കെ ക്യൂ നിൽക്കേണ്ട ഒരു സ്ഥിതി, ഇത്രയും ആൾക്കാരൊക്കെ നിൽക്കേണ്ട ഒരു സ്ഥിതിയിലേക്കൊക്കെ വന്ന് നമുക്കറിയാം. ഇനി ഈ ഡിമോണിറ്റൈസേഷന് നമുക്ക് ഗുണങ്ങളുണ്ട്, ബെനിഫിറ്റ്സ് ഉണ്ട്. എന്താണ് പ്രധാനമായിട്ടും? ഈ കള്ളപ്പണം, അതുപോലെ തന്നെ ടാക്സ്, ഇറ്റ് ഇൻക്രീസസ് ദ ടാക്സ് കംപ്ലയൻസ്. കൂടുതൽ പേര് നികുതി അടയ്ക്കുന്നതിലേക്ക്, അല്ലെങ്കിൽ കള്ളപ്പണം ഒഴിവായി പലരും ഒറിജിനൽ അവരുടെ പണം എന്താ പറയുക പുറത്ത് കാണിക്കേണ്ടി വന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ കൂടുതൽ പേര് നികുതി അടയ്ക്കുന്ന, അല്ലെങ്കിൽ നികുതി വരുമാനം വർദ്ധിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഈ നോട്ട് നിരോധനം കൊണ്ട് നമുക്ക് ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ബാങ്കിലേക്കൊക്കെ ഉള്ള ഫണ്ടിൻ്റെ ഒഴുക്ക്, ഔദ്യോഗിക പണം, ഫോർമൽ മണി, കള്ളപ്പണം കുറഞ്ഞതുകൊണ്ട് ബാങ്കുകളിലേക്ക് കൂടുതൽ പണം എത്താൻ തുടങ്ങിയതാണ്. ബാങ്കിൻ്റെ ഫണ്ട് റിസോഴ്സസ് വർദ്ധിച്ചു എന്നുള്ള മറ്റൊരു ഡിമോണിറ്റൈസേഷൻ്റെ ഗുണമായിട്ട് പറയുന്നുണ്ട്. പിന്നെ വേറൊന്ന് ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ. ജനങ്ങൾ ക്യാഷ് കൈമാറുന്നതിന് പകരം പുതിയ ഇലക്ട്രോണിക് കൈമാറ്റങ്ങളിലേക്കൊക്കെ കൂടുതൽ ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ വർദ്ധിച്ചു എന്നുള്ളത് ഡിമോണിറ്റൈസേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണമാണ്. ശരി. അപ്പോൾ ഇന്ത്യയിൽ ഈ കള്ളപ്പണം കുറയ്ക്കുക, അതുപോലെ തന്നെ കള്ളപ്പണം ഉപയോഗിച്ചുള്ള ടെററിസം, ഭീകരവാദം ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് നോട്ട് നിരോധനം എന്നൊരു കാര്യം ഇന്ത്യയിൽ, ഡിമോണിറ്റൈസേഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. അതിന് നല്ല വശങ്ങളുണ്ട്, അതുപോലെ തന്നെ ദോഷവശങ്ങളും ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മണി ബാങ്കിങ്. നമ്മൾ കുറച്ച് ആശയങ്ങൾ പഠിക്കാനുള്ളത് ഈ കാര്യങ്ങളൊക്കെയാണ്. ഒന്ന് ഫിയറ്റ് മണി, വേറൊന്ന് ലീഗൽ ടെൻഡർ, ദെൻ ഹൈ പവർഡ് മണി ആൻഡ് ഡിമോണിറ്റൈസേഷൻ. ഓക്കെ, താങ്ക് യു. ഈ ആശയങ്ങളുടെ ഒരു നോട്ട് തരാം. അതിൽ ആദ്യം നമുക്ക് ഫിയറ്റ് മണി. ഫിയറ്റ് മണി ഈസ് ദി കറൻസി which a government declares to be legal tender. The value of fiat money comes from the guarantee given by the issuing authority, that is government. Currency notes and coins are fiat money. Next come legal tender. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. Then next comes legal tender. It is a form of money that court of law are required to recognize a satisfactory payment for any monetary debt. It is a legal medium of payment recognized by legal system to meet financial obligations. Coins and banknotes are legal tender, but checks are not usually legal tenders. Screenshot എടുക്കാം. Next comes high powered money. High powered money. High powered money is the total liability of the monetary authority, RBI. This is the money injected by the monetary authority of a country, RBI, in the economy. It is also called monetary base or money base.
It consists of currency and deposits held by commercial bank or the government. The government with screenshot എടുക്കാം. H is equal to CU plus R. Then demonetization. It means withdrawal of coin or note from use as legal tender. In India, demonetization was a new initiative taken by government in November 2016 to tackle the problem of corruption, black money, terrorism and circulation of fake currency in the economy. Old currency notes of 500 and 1000 screenshot എടുക്കാം. Were no longer legal tender. New currency notes in the denominations of rupees 500 and 2000 were launched. This move received both appreciation and criticism. There were long queues outside bank and ATM booths. The shortage of currency in circulation had an adverse impact on the economic activities. The benefits screenshot എടുക്കാം. Benefits: it improved tax compliance. Second one, savings of an individual were channelized into the formal financial system. Households and firms have begun to shift from cash to electronic payments technologies.